ദേ ഇതുപോലത്തെ ഒരു പാസ്ത നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കേ, അടിപൊളിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് 2 ടൊമാറ്റോ, 1 ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജ്, 2 ക്യാരറ്റ്, 2 സവാള, 6 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് ആദ്യം തന്നെ മാറ്റി വെക്കണം. അടുപ്പ് കത്തിച്ച് പാൻ വെച്ച് ബട്ടർ ചേർക്കുക. വെളുത്തുള്ളി അരിഞ്ഞതിലേക്ക് ചേർക്കുക. അതിനുശേഷം സവാള ചേർക്കുക. വഴറ്റി വെക്കണേ. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഒരുവിധം നന്നായി വഴറ്റണം. കുറച്ച് ഉപ്പ് ചേർക്കണേ. തക്കാളി അരിഞ്ഞ് ചേർക്കുക. നന്നായി വഴറ്റിന് ശേഷം ഇനി മസാലകൾ ചേർക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ചില്ലി ഫ്ലെക്സ്, 1/2 സ്പൂണ് കുരുമുളക്, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി. ഇളക്കിയതിന് ശേഷം 1 സ്പൂണ് ടൊമാറ്റോ സോസ്, 1/2 സ്പൂണ് സോയാ സോസ്. ഇത് ഓപ്ഷണൽ ആണ്. കുറച്ചധികം മല്ലിയില ചേർക്കണം. ഇനി അടുത്ത അടുപ്പിലേക്ക് വേറൊരു പാൻ വെച്ച് 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. കുറച്ച് ഉപ്പ് ചേർക്കുക. തിളച്ച വെള്ളത്തിൽ 1 സ്പൂൺ ഓയിൽ ചേർക്കുക. അത് കഴിഞ്ഞ് പാസ്ത ഇടുക. 8 മിനിറ്റ് ആവുമ്പോൾ നന്നായി വെന്ത് കിട്ടും. ഇനി അരിപ്പയിലേക്ക് മാറ്റി ഊറ്റി വെക്കണേ. അത് കഴിഞ്ഞതിന് ശേഷം ഈ മസാലക്കൂട്ടിലേക്ക് ഊറ്റിവെച്ച പാസ്ത ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം. ഇതിന്റെ കൂടെ വേണമെങ്കിൽ പനീർ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.